ഹായ് ഫ്രണ്ട്സ്, കുവൈറ്റിൽ വണ്ടിയുള്ളവർക്കൊരു സന്തോഷ വാർത്തയുണ്ട്. അതായത് നമ്മളിപ്പോൾ അഹമ്മദിയിൽ ഒരു പാസിങ്ങിൻ്റെ പുതിയൊരു ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്. അതിന് എത്ര നാളായെന്ന് അറിയത്തില്ല, പക്ഷേ ഞാനിപ്പോഴാണ് അറിയുന്നത്. ഞാനിന്ന് പാസിങ്ങിന് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അതായത് അലി അൽഗാനിയം ആൻഡ് സൺസ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് കോൺട്രാക്റ്റിംഗ് കമ്പനിയുടെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് വരുന്നത്. നേരെ ഓപ്പോസിറ്റ് അല്ല, കുറേ ഫെൻസിങ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഏതൊരു ബിൽഡിങ് കിട്ടുന്നതിൻ്റെ അടച്ചിട്ടേക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരും. അതായത് ക്യൂ8 ഓയിൽസ് എന്നെഴുതിയേക്കുന്ന ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൻ്റെ കൂടെ ചേർന്നായിട്ടാണ് ഈ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. വളരെ നമുക്ക് ഒത്തിരി നേരം വെയിറ്റ് ഒന്നും ചെയ്യാതെ നമുക്ക് അതണ്ടേ ഈ ക്യൂ8 ഓയിൽസ് എന്നെഴുതിയേക്കുന്ന ഇതിൻ്റെ ഈ കടയുടെ കൂടെ ചേർന്നാണ് ഈ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ പുറത്ത് ബോർഡും ഒന്നുമില്ല. ഇതിൻ്റെ ചേർന്നിട്ടുള്ള കുവൈറ്റിൻ്റെ ഫ്ലാഗുണ്ട്. അതിൽ വെളിയിലൊരു ചെറിയ സെക്യൂരിറ്റിയുടെ പോലെ ഒരു ഓഫീസ്, ഒരു റൂമും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഒത്തിരി നേരം വെയിറ്റ് ഒന്നും ചെയ്യാതെ നമുക്ക് പാസിങ്ങൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ നിൽക്കുന്നതെല്ലാം മലയാളികളായത് കാരണം കൊണ്ട് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് ഈസി ആയിട്ട് പാസ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. വളരെ നല്ല പെരുമാറ്റവും നല്ല ഹെൽപ്പിംഗ് ആയിട്ടുള്ള മെൻറ്റാലിറ്റി ഉള്ളവരാണ്. അത് കാരണം എല്ലാവർക്കും അത് ഈസി ആയിട്ട് നമുക്ക് പാസ് ചെയ്തെടുക്കാനും പറ്റും. അധികം ആൾക്കാർക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നത് കാരണം അവിടെ തിരക്കൊന്നുമില്ല. 1-2 വണ്ടികൾ മാത്രമേ ഉള്ളൂ. ഇതാണ് ഈ കാണുന്ന ഓഫീസ്. ഈ പ്രായമുള്ള മനുഷ്യനാണ് ആ സെക്യൂരിറ്റി അവിടെ ഇരിക്കുന്നത്. അപ്പം നമ്മൾ വണ്ടി ചെല്ലുമ്പോൾ അയാൾ അതെടുത്ത് മാറ്റിത്തരും. അപ്പോൾ നമുക്ക് വണ്ടി അകത്ത് കയറ്റിയിടാം. വളരെ പെട്ടെന്ന് തന്നെ പാസിങ് കഴിഞ്ഞ് നമുക്ക് വണ്ടി കിട്ടുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ ഓഫീസ്. നമ്മൾ പാസിങ്ങിന് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇതിൽ കാണുന്ന പോലെ ഇപ്പോൾ ആ കാണുന്ന പോലത്തെ ഒരു കൂപ്പണും ഒക്കെ തരുന്നുണ്ട്. അല്ല, ഫെബ്രുവരിയുടെ ആണെന്ന് അയാൾ പറഞ്ഞത്. എന്നിട്ട് ആ നടന്ന് വരുന്ന ആ പുള്ളിക്കാരൻ ഒരു മലയാളിയാണ്. ആ പുള്ളിയാണ് വണ്ടി നമ്മളിവിടെ കൊണ്ടിട്ടാൽ മതി. ആ പുള്ളി അങ്ങ് ഉള്ളിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് എല്ലാ പാസിങ്ങും കഴിഞ്ഞ് പുള്ളി നമുക്ക് തിരിച്ചു കൊണ്ടുവന്ന് തരുകയും ചെയ്യും. വളരെ ഈസി ആയിട്ട്, വളരെ എത്രയും എളുപ്പത്തിൽ നമുക്ക് പാസിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫീസാണ്. അറിഞ്ഞൂടാത്തവർക്ക് എല്ലാവർക്കും പോകാം. ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് ഞാൻ ഇട്ടേക്കാം. ഇതാണ് നമുക്കിങ്ങനെ റോഡിൽ വരുമ്പം നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ആ ഓഫീസ്. ഇവിടെയാണ് പാസിങ്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുമ്പോൾ ഇതാണ് നമ്മൾ ആദ്യം കാണുന്നത്. അതായത് പാസിങ്ങിന് ഇതിനകത്ത് വെച്ചാണ് പാസ് ചെയ്യുന്നത്. നമുക്ക് കയറിയിരിക്കാനുള്ള ഓഫീസാണ് ഈ കാണുന്നത്. ഈ കാണുന്ന കുഞ്ഞു ഡോറിൽ കൂടിയാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. ഇതിനകത്ത് ഇരുന്ന് നമുക്കത് കാണാൻ പറ്റും. പാസിങ്ങിൻ്റെ ഇരിക്കാനൊക്കെ നല്ല സൗകര്യവും സ്ഥലമൊക്കെ ഉണ്ട്. അധികം തിരക്കൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വണ്ടിയൊക്കെ ഉള്ളവർ ഇതാണ് ഇതിൻ്റെ ഉൾവശം ഓഫീസിൻ്റെ. ഇവിടെയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതാണ് കൂപ്പൺ കിട്ടുന്നത്. ഇന്ന് ഞാൻ പാസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ കൂപ്പണാണിത്. വണ്ടികൾ ഇതിലെയാണ് നമ്മൾ കയറി പോകുന്നത്. ഇതാണ് ഓഫീസ്. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാസിങ് ചെയ്യുന്ന ഓഫീസിനകത്ത് ഇൻഷുറൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ട് വേണം അവിടെ പോകാൻ. അല്ലെങ്കിൽ പിന്നെ അഹമ്മദി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫസ്റ്റ് ഫ്ലോറിൽ, ഇതാണ് അഹമ്മദി കോപ്പറേറ്റീവ് സൊസൈറ്റി, ടിജാരിയയുടെ അവിടുന്ന് ഇപ്പുറത്തായിട്ട് അഹമ്മദി കോപ്പറേറ്റീവ് സൊസൈറ്റി, അവിടെ പോയി അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഓഫീസുണ്ട്. അപ്പോൾ അവിടെ പോയി നമുക്ക് ഇൻഷുറൻസ് എടുക്കാം. അതിലും നല്ലത് നമുക്കറിയാവുന്ന എവിടെന്നെങ്കിലും ഇൻഷുറൻസ് എടുത്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഈ ജമിയ കണ്ടുപിടിക്കാൻ ഒരിച്ചിരി ബുദ്ധിമുട്ടായി എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് എടുത്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലുണ്ട്, അവിടെ പോയി എടുക്കണം. താങ്ക് യു.